യെസ് ഗായ്സ്, സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ നവംബർ 15, 2025 ഡേറ്റ് അല്ലേ. എക്സാക്ട്ലി 9 ഇയേഴ്സ് ബിഫോറാണ് ഞാൻ റെയിൽവേസിൽ ജോയിൻ ചെയ്തത്, അതായത് നവംബർ 15, 2016. സോ അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ആൻസൈറ്റിയും അതേപോലെ ഒരു ഫിയർ ഫാക്ടറെല്ലാം ഉണ്ടായിരുന്നു മനസ്സിൽ. വാട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ കരിയർ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഭയങ്കര ഒരു ഫിയർ ഉണ്ടായിരുന്നു. ആൻഡ് ഡൗൺ ദ ലൈൻ ഒരു 9 വർഷം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഐ ഹാവ് ലേൺഡ് ലോട്ട്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇൻ ഓൾ റെസ്പെക്ട്സ്. എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കൽ, ഞാൻ റെയിൽവേനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ട്രെയിനിനെ കുറിച്ചും എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ മോർ ദാൻ ദാറ്റ് ഐ ഹാവ് ലേൺ ലോട്ട് അബൌട്ട് ദ ലൈഫ് സ്കൂളിംഗ് എന്ന് പറയാൻ പറ്റുമല്ലോ. ഞാൻ കുറേ കൂടെ ഒരു ലൈഫ് പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ എൻ്റേതായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കെന്ത് മാറ്റമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ആൻഡ് ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഷെയർ എൻ്റെ ലൈഫിൽ ഞാൻ വരുത്തിയ അല്ലെങ്കിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം അഗെയിൻ എവരി വൺ ടു ദിസ് വീഡിയോ. നമ്പർ 1, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. സോ അതിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഒരു സൊസൈറ്റൽ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ആ ഒരു ഏർണിങ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേഷനാണ് ഈ പറയുന്ന പോലെ തന്നെ എല്ലാവരും നോക്കുന്നത്. സോ ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. ആൻഡ് അതിലൂടെ വന്നപ്പോൾ ദ ബെസ്റ്റ് തിങ് വിച്ച് ഐ ഹാവ് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ദ കോൺഫിഡൻസ്. നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു പേടിയോ, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ഒരു ആൻസൈറ്റി, വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും തന്നെ നമുക്ക് കുറേ കൂടെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട് നമുക്ക് കിട്ടും. ബിക്കോസ് ഞാൻ കോളേജിൽ 2014 പാസ് ഔട്ട് ആയതിനു ശേഷം ഒരു വീട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ കണ്ടെത്തുന്നു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഹൈ ഓൺ കോൺഫിഡൻസ് എന്ന് കിട്ടുന്നത്. ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് പണം ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഈ പറയുന്ന പോലെ തന്നെ ജീവിക്കാൻ പണം വേണം. അതിൻ്റെ കൂടെ തന്നെ പണത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പണം മീനിങ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്, പ്ലസ് ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെയും അതേപോലെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ദ സെക്കൻഡ് വൺ, ഒത്തിരി കൾച്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചർ, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജസ് എല്ലാം പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ബെനിഫിറ്റുള്ളൊരു രണ്ടാമത്തെ കാര്യം. ബിക്കോസ് ഞാനിവിടെ ഐ ആം വർക്കിംഗ് ഇൻ കർണാടകയിലൊരു ഹസൻ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ മദർ ടങ് മലയാളം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓഫീസിലും അതേപോലെ തന്നെ ബാക്കിയുള്ള അവിടെയെല്ലാം ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ പോലും തന്നെ എനിക്ക് കൂടുതലും പറയേണ്ടി വരുന്നത് കന്നഡ അല്ലെങ്കിൽ ഹിന്ദി ഇതുപോലുള്ള ഭാഷകളാണ്. അപ്പം എനിക്ക് ഒരു എക്സ്പോഷർ കിട്ടിയെന്നുള്ളതാണ്. മീനിങ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്റ്റാഫ് ആണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ അവരുടെ ഭാഷകൾ, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുന്നു. ആൻഡ് അതിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു നോളജ്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ഒരു ചട്ടക്കൂടിനകത്തു നിന്ന് ചിന്തിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് പുറം ലോകമായിട്ടുള്ളൊരു ബന്ധം കൂടെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ചിന്താ വലയം കുറേ കൂടെ ഒന്ന് മെച്ചപ്പെടുകയും അതേപോലെ തന്നെ നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ നോളജ് ലെവലാണെങ്കിലും അല്ലെങ്കിൽ
ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു നോളജിനേക്കാൾ ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് കുറേ കൂടി ഒരു എമ്പത്തിയോട് കൂടി നമുക്ക് പെരുമാറാനും, അതേപോലെ തന്നെ ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ, ഇതെല്ലാം നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് എവിടെ പോവുകയാണെങ്കിലും, ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ്, ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടും തോറും ഈ ഒരു കാര്യം, അതേപോലെ തന്നെ ലാംഗ്വേജ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു കൾച്ചർ, ഇപ്പം നമ്മൾ പുറമേ വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കുറേ കൂടെ കംഫർട്ടബിളും, അവിടെ കുറേ കൂടി ഒരു ധൈര്യത്തോടുകൂടി കറേജിയസ് ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാനും, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലും തന്നെ നമുക്ക് ഡീൽ ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോരാ. അത് എനിക്ക് ഈ ഒരു റെയിൽവേ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഭയങ്കര വലിയ. ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ദ തേർഡ് പോയിന്റ്, മാൻ മാനേജ്മെൻറ്റ് ആൻഡ് ഹൗ ടു ഡീൽ വിത്ത് ദ പീപ്പിൾ. ഇത് പറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നമ്മളൊരു കാര്യം അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അവരോടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ മെത്തഡോളജി, അല്ലെങ്കിൽ ഒരു സെർട്ടൺ വേയിൽ നമ്മളത് പറയണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ടെക്നിക്കൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും തന്നെ അവിടെ കുറേ കൂടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാൻ മാനേജ്മെൻറ്റ് സ്കിൽസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ നമ്മുടെ കീഴിൽ സ്റ്റാഫെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റാഫിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു ഡ്യൂട്ടി സമയത്തുള്ള ആ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ടൈമാണോ, അല്ലെങ്കിൽ ഒരു ടോക്സിക് എൻവയോൺമെൻ്റ് ആണോ എന്നുള്ളത്. വൈ? ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഏരിയയിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട്. സോ ആൻഡ് പല ചുറ്റുപാടുകളാണ്, ദെയർ ലൈഫ് സ്റ്റൈൽ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ഒരുമിച്ച് ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യമായിരുന്നു ആക്റ്റീവ് ലിസണിങ് എന്നുള്ളൊരു സാധനം. നമ്മളെപ്പോഴും ഒരു കാര്യം, അതായത് നമ്മളൊരു കാര്യം പറയുന്നതിന് മുന്നോടിയായിട്ട് അപ്പുറത്തുനിന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ എൻഡിലുള്ള ആൾക്കാർ, അവർക്ക് എന്താണ് പറയാന്നുള്ളത് ആദ്യം ഒന്ന് കേൾക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആദ്യം പഠിച്ചൊരു കാര്യം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു റിയാക്ട്. അങ്ങനെയൊക്കെ ആ സമയത്താണ് അവർക്ക് തോന്നും ഓക്കെ, നമ്മളെ കേൾക്കാനായിട്ട് ആളുണ്ട്, സോ ദാറ്റ് ദേ ക്യാൻ ഷെയർ എന്നുള്ളൊരു സാധനം കൂടെ വരുമ്പോഴാണ് ദേ ഫീൽ കംഫർട്ടബിൾ. അറ്റ് ദ എൻഡ് വി ഓൾ ടുഗദർ ആർ കംഫർട്ടബിൾ. ഓക്കെ, സോ അതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അക്വയർ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആദ്യം വരുന്ന സമയത്തൊക്കെ കുറേ കൂടി ഒരു ഇമോഷണൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ കുറേ കൂടി ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആയിരുന്നു. ആൻഡ് അത് നമ്മൾ എടുക്കുന്ന ഡിസിഷനിലും അതൊരു എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ബിക്കോസ് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ വർക്കിംഗ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ പോലും തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇമോഷണലി ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു കാരണമില്ലാതെ തന്നെ നമ്മൾക്ക് ഒരാളോട് മേ ബി ചിലപ്പം ഇഷ്ടപ്പെടായിക അല്ലേ? നമുക്കിപ്പോൾ എല്ലാവരും നമ്മളെ ഇപ്പോൾ അപ്പുറത്തെൻ്റിലിരിക്കുന്ന ഒരാളിനെ കുറിച്ച് നമുക്ക് കംപ്ലീറ്റ്ലി അറിയില്ലെങ്കിൽ പോലും തന്നെ നമ്മുടെ ഒരു പ്രജുഡിസ്റ്റിക് മൈൻഡ് വെച്ചിട്ട്, ഇപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പെരുമാറുന്നു, അല്ലെങ്കിൽ മേ ബി അയാളുടെ ജീവിത ചുറ്റുപാടുകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ അയാളുടെ വളർന്ന സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ മേ ബി ചിലപ്പം ചെയ്യുമായിരിക്കാം. പക്ഷേ വാട്ട് ഐ ഹാവ് ലേൺഡ് ഈസ്, അയാൾക്ക് അയാളുടെ ഒരു സ്റ്റോറി ഉണ്ടാകും. പക്ഷേ ഞാനും അതേപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് വെച്ചിട്ട് ഇഫ് ഐ റിയാക്ട് ഇമോഷണലായിട്ട് ഞാൻ കാര്യങ്ങളെ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ടോക്സിക് എൻവയോൺമെൻ്റ് ആയിരിക്കും വരിക. സോ ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു തിങ്ക് ഇൻ എ ലോജിക് മാനർ. ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക, റാദർ ദാൻ ഗോയിങ് ഫോർ ഇമോഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യാന്ന് വെച്ചുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈയിലേക്ക് പോവും, ആൻഡ് ദർ ക്യാൻ ബി ഡിസ്പ്യൂട്ട് ആസ് വെൽ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ, ഇഫ് യു ആർ റിലാക്സ്ഡ് ഇനഫ്, നമ്മൾ മെൻ്റലി ഫിസിക്കലി എല്ലാം നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ
ആറാം സെ തിങ്ക് ലോജിക്കലി, നമ്മൾ ഇമോഷണലി നമ്മൾ അടിമപ്പെടൂല. ആൻഡ് അറ്റ് ദ എൻഡ് യുവർ ഡേ ഈസ് ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ, സ്റ്റാഫ് ആയിട്ടാണെങ്കിൽ, എല്ലാവരുമായിട്ടും, ഈവൻ റിലേറ്റീവ്സ്, പാരൻസ്, ഫ്രണ്ട്സ്, എല്ലാവരുമായിട്ട് നമുക്ക് കുറേ കൂടി ഒരു പോസിറ്റീവ് മാനറിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ തിങ്കിങ് ലോജിക്കലി എന്നുള്ള രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത്. നെക്സ്റ്റ് വൺ, പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടി എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇറ്റ്സ് ബേസിക്കലി നമ്മൾ കുറേ കൂടെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് തന്നെയാണ് എനിക്കിത് മനസ്സിലായത്. ബിക്കോസ് ആദ്യം വരുന്ന സമയത്ത്, ഇപ്പം നമ്മളൊരു ജോലിയിൽ കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫിയർ ഫാക്ടർ, അല്ലെങ്കിൽ നമുക്ക് എന്താവും ഫ്യൂച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ ആൻസൈറ്റി കൈൻഡ് ഓഫ് ഒരു ഇമോഷൻസ് ഒക്കെ വരുമല്ലേ. ആ കാര്യങ്ങളെല്ലാം പതുക്കെ 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 പോയി പോകുന്നത് എക്സ്പീരിയൻസ് കൂടും തോറുമാണ്. എക്സ്പീരിയൻസ് കൂടി കഴിയുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം വരുന്നുണ്ട്, ആ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ബേസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വിത്തിൻ ദിസ് 9 years ഓഫ് എക്സ്പീരിയൻസ് ഐ ഹാവ് സംഹൗ ലേൺഡ് ഇറ്റ്. ബിക്കോസ് ദിസ് റെയിൽവേസ് ഫോർ മീ ഫ്രാങ്ക്ലി കുറേ കൂടെ ഒരു കൈൻഡ് ഓഫ്, എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ ചീസിനേക്കാളും കൂടുതൽ ഒരു ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്നെ ഈ ഒരു റെയിൽവേ, എന്താ പറയുക, ഡെവലപ്പ് ആക്കിയെടുത്തതും. ആൻഡ് സീ ഓൾ ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐ സ്റ്റേ ഇൻ ദിസ് സക്ലേഷ്പൂർ. ഇറ്റ്സ് ഇൻ ഹാസൻ ഡിസ്ട്രിക്റ്റ്. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 250 കിലോമീറ്ററോളം ദൂരെയാണ്. ദിസ് ഇസ് നൈസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. കാണുന്ന ആ ഭാഗത്താണ് റെയിൽവേ ട്രാക്ക്. ആൻഡ് ദിസ് സൈഡ് ഇറ്റ് ഈസ് റെയിൽവേ സ്റ്റേഷൻ. സോ ഒരു സ്മോളർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്, പക്ഷേ വർക്ക് വൈസ് വി ക്യാൻ ലേൺ എ ലോട്ട്. ആൻഡ് ലൈഫ് ഓൾസോ വി ക്യാൻ ലേൺ ലൈഫ് പേഴ്സ്പെക്റ്റീവ്. അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ബീയിങ് ഇൻ ദിസ് railways for almost is 9 years, or not almost, it is exactly 9 years. So that's it. Thank you everyone for listening me all this. ഇത്രയും നേരം നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത് എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു എവ്രി വൺ. ആൻഡ് ഇഫ് യു ലൈക്ക് ഓൾ ദിസ് കണ്ടൻസ്, ഞാൻ കുറേ കൂടെ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇടുന്നത്. ബട്ട് ദിസ് ഇസ് സ്പെഷ്യൽ വീഡിയോ ബിക്കോസ് ഐ ഹാവ് കംപ്ലീറ്റഡ് 9 years in this railway. So താങ്ക് യു. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു എവ്രി വൺ. ബൈ.